SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ED റെയ്ഡ്. SDPI നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. ഡൽഹി, കോഴിക്കോട്, കൊച്ചി യൂണിറ്റുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീകാന്ത്, നേരത്തെ SDPI ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നു. നിരോധിച്ച PDP തന്നെയാണ് SDPI അംഗങ്ങളും പ്രവർത്തിക്കുന്നതെന്നടക്കമുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണവും പരിശോധനയും. ഇപ്പോൾ എവിടെയൊക്കെയാണ് ഈ ED പരിശോധന നടക്കുന്നത്? നേതാക്കളുടെ വീടുകൾ മാത്രമാണോ, ഓഫീസുകളിലുണ്ടോ? നേരത്തെ MK ഫൈസി SDPI ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു അവരുടെ നേതാക്കളുടെ വീടുകളിലേക്ക് EDയുടെ റെയ്ഡ് എത്തും എന്നുള്ളത്. നിരോധനത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന സംശയവും ഉണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ അവരുടെ നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട്, അതോടൊപ്പം തന്നെ കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്ന വിവരം കിട്ടിയിട്ടുണ്ട്. മലബാറിലെ മറ്റ് ചില ജില്ലകളിലും മേഖലകളിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇപ്പോൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ കൈവശമുണ്ടായിരുന്ന പണം, പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്തു നിന്ന് വന്ന പണം SDPIയിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് എന്ന് ED കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡുകൾ നടക്കുന്നത്. അറസ്റ്റുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.